ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. No force, no amount of hatred, no amount of anger can do even this to the love and affection that our country is built on. You cannot even do this. That's all. Thank you. മൻമോഹൻ സിംഗും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കശ്മീർ വിഷയത്തിൽ സർക്കാരിനൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും വിവാദപരമായ വിഷയങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, മറ്റു നടപടികളിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിനൊപ്പം സേനയ്ക്കൊപ്പം തന്നെ എല്ലാ പിന്തുണയും രാഹുൽ ഗാന്ധി അറിയിച്ചു. ഇന്ത്യ അസ്ഥിരപ്പെടുത്താനുള്ള പാക് ശ്രമം നടക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമികൾ വലിയ വില നൽകേണ്ടി വരും. സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഇന്ത്യയെ തളർത്താൻ ശ്രമിക്കേണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आतंकवाद के खिलाफ सभी मानवतावादी शक्तियों को एक होकर के लड़ना ही होगा. आतंकवाद को परास्त करना ही होगा. आतंक से लड़ने के लिए जब सभी देश एक मत, एक स्वर, एक दिशा से चलेंगे तो आतंकवाद कुछ पल से ज्यादा नहीं टिक सकता है. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുമെന്ന് അരുൺ ജെയ്റ്റ്ലി. പാകിസ്ഥാനുമായി വ്യാപാര ബന്ധം അവസാനിപ്പിച്ചു. നാളെ സർവകക്ഷി യോഗം ചേരും. ജവാന്മാരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. The complete isolation from the international community of Pakistan, of which incontrovertible evidence is available, of having a direct hand in this gruesome terrorist incident, to ensure that those who have committed this heinous act of terrorism and those who have supported it actively are made to pay a heavy cost for it. ജമ്മു കശ്മീരിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി സമ്മതിച്ച ഗവർണർ സത്യപാൽ മാലിക്. സൈനികർക്കെതിരായ ചാവേർ മുന്നൊരുക്കം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം വിവരശേഖരം നടത്തിയിട്ടില്ലെന്നും ഗവർണർ അംഗീകരിച്ചു. എന്നാൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് രേഖാമൂലം നൽകിയതിന്റെ പകർപ്പ് പുറത്തുവിട്ടു. 41 പേരുടെ ജീവനെടുത്ത തീവ്രവാദി ആക്രമണത്തിന് കാരണം ഇന്റലിജൻസ് വീഴ്ചയും സുരക്ഷാ സൈന്യത്തിന്റെ ജാഗ്രത ഇല്ലായ്മയുമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. ചാവേർ മുന്നൊരുക്കം അറിയുന്നതിൽ സുരക്ഷാ വീഴ്ചയുണ്ടതായി ഗവർണർ സത്യപാൽ മാലിക് സമ്മതിച്ചു. 300 കിലോയിലേറെ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും CRPFന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റാനും തീവ്രവാദിക്ക് കഴിഞ്ഞത് ഇന്റലിജൻസിന്റെ പിടിപ്പുകേടാണ്. സുരക്ഷാ സൈന്യത്തിന്റെ നോട്ടപ്പുള്ളിയായ ചാവേർ അദിൽ അഹമ്മദിന്റെ നീക്കങ്ങൾ കണ്ടെത്താനും ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കഴിഞ്ഞില്ലെന്നും ഗവർണർ സത്യപാൽ മാലിക് അംഗീകരിക്കുന്നു. എന്നാൽ 2 ആഴ്ച മുമ്പ് തന്നെ ആക്രമണത്തിന്റെ സാധ്യത അറിയിച്ചിരുന്നുവെന്ന് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കി. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സേനയ്ക്ക് രേഖാമൂലം നൽകിയ മുന്നറിയിപ്പിന്റെ പകർപ്പും പുറത്തുവന്നു. ഇതുപ്രകാരം CRPFനും വിവിധ സേനാ മേധാവികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുടെ വെബ്സൈറ്റിൽ ഒരു ബസ് പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതും ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പായാണ് കണ്ടത്. ജയ്ഷ മുഹമ്മദിന്റെ തലവൻ മസ്തൂർ അഹമ്മദിന്റെ അടുത്ത ബന്ധു ഉസ്മാൻ ഹൈദർ എന്ന തീവ്രവാദിയെ ഒക്ടോബറിൽ സുരക്ഷാ സൈന്യം കൊലപ്പെടുത്തി. ഇതിന്റെ പ്രത്യാക്രമണവും സൈന്യം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തീവ്രവാദികളുടെ സജ്ജീകരണം അറിയാൻ ഇന്റലിജൻസ് വിഭാഗത്തിനോ അത് തടയാൻ സൈന്യത്തിനോ കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. 350 കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദി ആദിൽ അഹമ്മദ് ചാവേർ ആക്രമണം നടത്തിയത്. ക്രൂരമായ ആക്രമണം കഴിഞ്ഞയുടൻ ഇയാളുടെ ഫോട്ടോകളും വീഡിയോകളും ജെയ്ഷെ മുഹമ്മദ് തന്നെ പുറത്തുവിടുകയായിരുന്നു. കശ്മീരിൽ CRPF സൈനികരുടെ വാഹനവ്യൂഹത്തിന് നേരെയുള്ള ചാവേർ ആക്രമണം നയിച്ച ഭീകരവാദി ആദിൽ അഹമ്മദ് ദർ ജെയ്ഷെ മുഹമ്മദിൽ ചേർന്നത് കഴിഞ്ഞ വർഷം. ആദിൽ അഹമ്മദ് ഗാദി തക്രനേവാല, ഗുണ്ടിബാഗിലെ വാഖോസ് കമാൻഡോ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു.
350 കിലോ സ്ഫോട വസ്തുക്കൾ നിറച്ച സ്കോർപിയോ സൈനിക വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ആക്രമണം നടത്തിയത്. ക്രൂരമായ ആക്രമണം കഴിഞ്ഞുടൻ തന്നെ ഇയാളുടെ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിരുന്നു. ജെയ്ഷ് തന്നെയാണ് ആക്രമണത്തിന് തൊട്ടുമുള്ള ഇയാളുടെ സന്ദേശമുള്ള വീഡിയോ പുറത്തുവിട്ടത്. ജെയ്ഷെ മുഹമ്മദിന്റെ ബാനറിന് കീഴിൽ റൈഫിളുമെന്ന് നിൽക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. ജെയ്ഷെ മുഹമ്മദിൽ ചേർന്നത് 1 വർഷം മുമ്പാണെന്നും ഇപ്പോൾ തന്റെ ദൗത്യം സഫലമാക്കാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണെന്നും വീഡിയോയിൽ പറയുന്നു. 2016-ൽ 19 സൈനികരുടെ മരണത്തിനിടയാക്കിയ ഉറി ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഘാതമാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജെയ്ഷിന്റെ സുപ്രധാന നേതാക്കളെയെല്ലാം വകവരുത്തിയെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ചാവേർ ആക്രമണം. 2018-ൽ ജെയ്ഷെ മുഹമ്മദ് സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തിയാണ് പുൽവാമയിലെ കാഗപ്പോറയിൽ നിന്നുള്ള ആദിൽ അഹമ്മദ്. ഉഗ്രശേഷിയുള്ള IED ബോംബ് ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം. ന്യൂസ് ഡെസ്ക്. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ വാണിജ്യ രംഗത്ത് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ MFN പദവി പിൻവലിച്ചു. പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ചർച്ചകൾ ആരംഭിക്കാനും തീരുമാനം. സുരക്ഷാകാര്യമന്ത്രി സഭാസമിതിയുടേതാണ് തീരുമാനം. അക്രമം നടത്തിയവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നുവെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, എല്ലാ രീതിയിലെയും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, കശ്മീർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ നടപടികൾ ഇന്ത്യ കടുപ്പിക്കുകയാണ്. വാണിജ്യ രംഗത്ത് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ MFN പദവി റദ്ദാക്കിക്കൊണ്ടാണ്, മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നുള്ള പദവി റദ്ദാക്കിക്കൊണ്ടാണ് ആദ്യം തന്നെ എന്ത് സമീപനമായിരിക്കും പാകിസ്ഥാനുമായി ഇനി ഉണ്ടാകുക എന്നതിന്റെ ഒരു സൂചന നൽകിയത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് അടുത്ത ദിവസം തന്നെ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കുമെന്നും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഒരു സാധ്യമായ നയതന്ത്ര ചർച്ചകൾക്ക് വിദേശകാര്യ മന്ത്രാലയം തുടക്കം കുറിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളോട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വിദേശകാര്യ മന്ത്രാലയം നടത്തുമെന്നും തീരുമാനമായി ഇന്ന് കേന്ദ്ര സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം മറ്റ് രാജ്യങ്ങളുമായി നടത്താനും ഏകദേശ ധാരണയായതായാണ് വിവരം. അതുപോലെ തന്നെ പ്രധാനമായും കഴിഞ്ഞ 3 പതിറ്റാണ്ടോളമായി തീവ്രവാദത്തിനെതിരായ അന്താരാഷ്ട്ര ഉച്ചകോടി വിളിച്ചു ചേർക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ആ ഐക്യരാഷ്ട്രസഭയോട് തീവ്രവാദത്തിനെതിരായ അന്താരാഷ്ട്ര ഉച്ചകോടി വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെടാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യോഗം വിളിച്ചു ചേർക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹത്തിന് മേലെ സമ്മർദ്ദം ചെലുത്താനും ഇന്ന് ചേർന്ന ദേശീയ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനും ഇന്ന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് അക്രമത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതിന്റെ കൃത്യമായ സൂചനയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന അദ്ദേഹം നടത്തി. ഇന്ത്യയിൽ യാതൊരു കാരണവശാലും അസ്ഥിരതയുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നും ഈ ആക്രമണത്തിൽ ഇന്ത്യയോട് പിന്തുണ അറിയിച്ച ഈ ആക്രമണം നേരിട്ട ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച അന്താരാഷ്ട്ര രാജ്യങ്ങളോടൊക്കെ തന്നെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നന്ദിയും അറിയിക്കുകയുണ്ടായി. ഏതായാലും ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കശ്മീർ സന്ദർശിക്കുന്നുണ്ട്. അവിടങ്ങളിലെ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഇന്ന് വിലയിരുത്തിയ ശേഷം നാളെ ദില്ലിയിൽ തിരിച്ചെത്തുന്ന ആഭ്യന്തരമന്ത്രി കാശ്മീരിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തുകൊണ്ടാണ് നിലവിൽ കശ്മീരിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ സർവകക്ഷി യോഗം വിളിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെതിരായ നയതന്ത്രപരമായും അതുപോലെ തന്നെ വാണിജ്യപരമായുമായുള്ള ബന്ധങ്ങളൊക്കെ തന്നെ പുനഃപരിശോധിക്കുന്നതിലേക്ക് ഇപ്പോൾ ഈ ഒരു കശ്മീരിലെ ആക്രമണം വഴിവെച്ചിരിക്കുകയാണ്. ശരത്, അതുതന്നെയാണ് കശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം ഐക്യരാഷ്ട്രസഭ, അമേരിക്ക അടക്കമുള്ള ലോക രാജ്യങ്ങളുടെ പിന്തുണ കൂടി ഇന്ത്യക്കുണ്ട്. ഇത് ഏത് വിധത്തിലായിരിക്കും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുക, ഇന്ത്യക്ക് ഗുണം ചെയ്യുക? തീർച്ചയായും രേഷ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പാകിസ്ഥാനെതിരായ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു ഇന്നലെയും ഇന്നുമായി കാണുവാൻ വേണ്ടി സാധിച്ചത്. അമേരിക്കയും അതുപോലെ തന്നെ ശ്രീലങ്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും കശ്മീരിലെ തീവ്രവാദത്തെ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളത്, പാകിസ്ഥാൻ സർക്കാരിനുള്ളത് എന്നുള്ള ഒരു പൊതുവിലയിരുത്തൽ അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. അത് ഒരിക്കൽ കൂടി ശരിവെക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഒറ്റപ്പെടൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി ശരത്.
ശരത്താണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം കശ്മീരിലെ പുൽവാമയിലെത്തും. ആക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുന്ന രാജ്നാഥ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എപ്പോഴായിരിക്കും അദ്ദേഹം സംഭവ സ്ഥലത്തെത്തുക? ഒപ്പം ഗവർണറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ NIA സംഘം സംഭവ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ സന്തോഷ് അല്പസമയം മുൻപ് നൽകിയിരുന്നു. ഈ പരിശോധനകളൊക്കെ ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, രാജ്യമെങ്ങും കനത്ത സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം രാജ്നാഥ് സിംഗ് ജമ്മുകാശ്മീരിലെത്തും. ഒരു 12:30 കൂടി അദ്ദേഹത്തിന്റെ വിമാനം ലാൻഡ് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം രാവിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ കാശ്മീരിലേക്ക് എത്തുന്നത്. ഈ ആക്രമണം നടന്ന ദേശീയപാതയിലെ പുൽവാമ മേഖലയിലെ പ്രദേശം അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷമാണ് കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കുമായി കൂടിക്കാഴ്ച നടത്തുക. സംസ്ഥാനത്തെ ഇന്റലിജൻസ് വിഭാഗം മേധാവികളുമായും സൈന്യത്തിന്റെ മേധാവിയുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ തേടും അദ്ദേഹം. ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നുണ്ടായോ എന്ന കാര്യവും രാജ്നാഥ് സിംഗ് പരിശോധിച്ചു. അദ്ദേഹത്തിന് കീഴിലാണ് ഇന്റലിജൻസ് ബ്യൂറോ. നിലവിൽ ഗവർണർ സത്യപാൽ മാലിക് ഇന്റലിജൻസ് ബ്യൂറോ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേരിട്ട് രാജ്നാഥ് സിംഗിനെ അദ്ദേഹം അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ തന്നെ സൈനിക നീക്കങ്ങളുടെ സജ്ജീകരണങ്ങളും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് രാജ്യമെങ്ങും കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ജാഗ്രതാ സന്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങളുടെ പിന്തുണ തേടാനുള്ള ശ്രമം ഇന്ത്യ സജീവമാക്കിയിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നിലവിൽ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു പ്രത്യാക്രമണ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയും ഇവിടെ കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി. ഇരുവരും ഇപ്പോൾ സൈന്യത്തോടൊപ്പമാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. രാഷ്ട്രീയ തർക്കങ്ങൾക്കില്ല. സൈന്യത്തിന് നേർക്കുണ്ടായ ഈ ആക്രമണം വേദനിപ്പിക്കുന്നതാണെന്നും പറഞ്ഞു. അത് 10 മിനിറ്റ് മാത്രം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങൾ നടത്താതെ പകരം പൂർണ്ണമായി ഇതോടൊപ്പം നിൽക്കുന്നു എന്നറിയിക്കാനാണ് മൻമോഹൻ സിംഗും രാഹുൽ ഗാന്ധിയും ശ്രമിച്ചിരിക്കുന്നത്. സന്തോഷ്, ഒപ്പം തന്നെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ അവരുടെ വീട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇതിനുള്ള നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രേഷ്മ, തീർച്ചയായും സൈന്യം ഇപ്പോൾ കരസേന ഇപ്പോൾ ഈ ഭാഗം മുഴുവൻ സീസ് ചെയ്തിരിക്കുന്നു. CRPFന്റെ ഈ മരിച്ച ജവാന്മാരുടെ മൃതദേഹം അതാത് വീടുകളിൽ എത്തിക്കാനായി കരസേനയോടൊപ്പം തന്നെ ഇപ്പോൾ വ്യോമസേനയും ഈ ഭാഗത്തേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ പ്രത്യേക വിമാനം കാശ്മീരിൽ നിന്ന് ഇവരുടെ മൃതദേഹങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ വീടുകളിൽ എത്തിക്കും. ഇന്ന് രാവിലെയോടുകൂടിയാണ് മരിച്ചവരുടെ ഔദ്യോഗികമായ എണ്ണം കരസേന പുറത്തുവിട്ടത്. ഏകദേശം 41 പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ നിന്ന് ഒരാൾ, അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് 2 പേരടക്കം. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ CRPF ജവാന്മാർ ഈ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് പോലും. അവരുടെ എല്ലാവരുടെയും വീടുകളെ ജില്ലാ അധികാരികൾ മുഖേന അറിയിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെ സഹായത്തോടു കൂടി ഇത് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ പൂർത്തിയാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ചില ജവാന്മാരുടെ ശരീരമാകട്ടെ ഇന്നലത്തെ ആക്രമണത്തിൽ ഛിന്ന ഭിന്നമായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ അത് നേരിട്ട് വീട്ടുകാർക്ക് പോലും അവരെ കാണാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സൈന്യം ഖേദകരമായി അറിയിക്കുന്നത്. സമീപത്തെ ആശുപത്രിയിൽ ഇതിന്റെ പ്രോസസ്സുകളൊക്കെ പൂർത്തിയാകും. സന്തോഷ്, ഒപ്പം തന്നെ നയതന്ത്രപരമായ സൈനികപരമായ രഹസ്യങ്ങളൊക്കെ തന്നെ സർക്കാരിന് പുറത്ത് വിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. എങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ യുദ്ധം ജയിക്കാൻ വേണ്ടിയുള്ളതാണ്. എല്ലാവിധത്തിലും സേനയെ സജ്ജമാക്കാൻ പോകുന്നു, സേനയ്ക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നു എന്നുകൂടിയാണ്. ഈ വാക്കുകളിൽ നിന്നും ഒക്കെ എന്തർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? രേഷ്മ, ഈ ആക്രമണത്തിന് വളരെ കടുത്ത തരത്തിൽ തന്നെ പ്രത്യാക്രമണം നടത്തണം എന്നാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അത്
സൈന്യത്തിന്റെ രീതിയിലായാലും നയതന്ത്ര മേഖലയിലായാലും ഒരേ തരത്തിൽ ആക്രമണം തിരിച്ചു കൊടുക്കണം. പാകിസ്ഥാൻ തന്നെയാണ് ഈ ആക്രമണത്തിനെല്ലാം പിന്നിൽ. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനകൾ എല്ലാ സഹായവും അവരുടെ ചാരസംഘടന നൽകുന്നുണ്ട്. ഇത് നിർത്തണം. അപ്പൊ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുക എന്നതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ രീതിയിൽ ആക്രമണം. അതാണ് ഇന്നലെ അനുശോചന സന്ദേശത്തിൽ പോലും നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ വീര ജവാന്മാരുടെ മരണം വെറുതെ ആകില്ല. ഇന്ന് ഡൽഹിയിൽ സ്പീഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോഴും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ സൂചനകളൊക്കെ വലിയൊരു പ്രത്യാക്രമണത്തിന് ഇന്ത്യ തയ്യാറാകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷെ അതിനു മുമ്പ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നൊരു പിന്തുണ ആർജിച്ചെടുക്കണം. അതിനുള്ള നീക്കമാണിപ്പോൾ ഇന്ത്യ സജീവമാക്കുന്നത്. പക്ഷെ ഇതോടൊപ്പം മറ്റൊരു വിവരം ലഭിക്കുന്നത് കാശ്മീരിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്താൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. കാശ്മീരിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് -2 ഡിഗ്രിയാണ്. പക്ഷെ ഈ പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് ഒരു കൂടുതൽ സേനാ വിന്യാസം പൂർത്തിയാക്കണം എന്ന് കൃത്യമായ നിർദ്ദേശം സേനാധിപന്മാർക്ക് നൽകിയിരിക്കുന്നു. അത് എത്രയും വേഗത്തിൽ നടത്തണം എന്നാണ് പറയുന്നത്. പണ്ട് കാർഗിൽ യുദ്ധ സമയത്തും വളരെ വേഗത്തിലാണ് സേന അതിർത്തിയിലെങ്ങും വിന്യാസം പൂർത്തിയാക്കിയത്. പഞ്ചാബിലും മറ്റ് അതിർത്തി മേഖലകളിലേക്കുള്ള സൈന്യങ്ങളെയൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മാറ്റുകയായിരുന്നു. ഈവൻ മധ്യപ്രദേശ് വരെയുള്ള സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ബറ്റാലിയനുകളെ ഈ അതിർത്തിയിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ പോലും കടുത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ അതിർത്തിയിൽ ഉടനീളം ഇന്ത്യ ഒരുക്കിയിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ ഏറെ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഈ അതിർത്തി മേഖലയിൽ ഒരുക്കുന്നത്. കൂടുതൽ ബറ്റാലിയനുകൾ എത്തുമ്പോൾ സ്വാഭാവികമായ ഒരു യുദ്ധ സമാനമായ സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. കനത്ത സുരക്ഷയിലാണ് രാജ്യം. അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. ഇടവേള. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മുൻതൂക്കം. പുറത്തുവന്നത് 30 വാർഡുകളിലെ ഫലമാണ്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഏതൊക്കെ വാർഡുകളിലാണ് LDFന് മുൻതൂക്കം? വിവരങ്ങൾ എന്താണ്? രേഷ്മ, 12 ജില്ലകളിലായി 30 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ് പൂർണ്ണമായും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിത സർവേ ഫലങ്ങളും ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ ഉണ്ടായിരുന്ന വ്യാജ പ്രചരണങ്ങളും എല്ലാം തന്നെ കേരള ജനത ഒന്നാകെ തള്ളിക്കൊണ്ടാണ് LDFന് മേൽക്കൈ നൽകിയിരിക്കുന്നത്. 16 വാർഡുകളിൽ LDF വിജയിച്ചു. 12 വാർഡുകളിൽ UDFും ഒരിടത്ത് RMPയും മറ്റൊരിടത്ത് UDF വിമതനുമാണ് ജയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 30 മണ്ഡലങ്ങളുടെ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും അധികം വോട്ടിന് വിജയിച്ചത് കൊല്ലം ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ പെരുമൺ ഡിവിഷനിൽ LDFിന്റെ അതായത് CPIMലെ ഗീതാകൃഷ്ണനാണ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. 1059 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഗീതാ വിജയൻ UDFിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. ഒപ്പം തന്നെ മുഴുവൻ ജില്ലകളും അതായത് ഓരോ ജില്ലകൾ തിരിച്ച് കണക്കാക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഒരിടത്ത് മാത്രമായിരുന്നു ഇലക്ഷൻ നടന്നത്. അവിടെ LDF വിജയം നേടി. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരിമല പടിഞ്ഞാറ് വാർഡിൽ നടന്ന ആകെ ഒരു വാർഡിലേക്കായിരുന്നു പത്തനംതിട്ട ജില്ലയിലും തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെയും LDFിന്റെ സുധാകുമാരി 55 വോട്ടിന് വിജയം കൈവരിച്ചു. ഒപ്പം തന്നെ തൃശൂർ ജില്ലയിൽ 2 ഇടങ്ങളിൽ നടന്ന 2ഉം LDF പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂർ ജില്ലയിൽ 3 ഇടങ്ങളിലേക്കായിരുന്നു മത്സരങ്ങൾ നടന്നത്. ഈ 3 ഇടങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുകയുണ്ടായി. ആകെ 16 വാർഡുകളിലാണ് LDF വിജയിച്ചിരിക്കുന്നത്. പൂർണ്ണമായും UDF കൈയടക്കിയ ജില്ല എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിലേക്കായിരുന്നു മത്സരങ്ങൾ നടന്നത്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചാമവിളപ്പുറം LDFിലെ സദാശിവൻ കാണി 145 വോട്ടിന് CPIMലെ ദീപുവിനെ പരാജയപ്പെടുത്തി. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ UDFിലെ തന്നെ T പ്രഭയുമാണ് വിജയിച്ചത്. ഇത്തരത്തിൽ UDFന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേട്ടം ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്. ഒരു സീറ്റ് LDFിൽ നിന്നും പിടിച്ചെടുക്കുകയും ഉണ്ടായി. ആകെ 5 സീറ്റുകളാണ് UDF LDFിൽ നിന്നും പിടിച്ചെടുത്തത്. 6 സീറ്റുകൾ പകരം ഇവർ LDF UDFിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ 2 ഇടങ്ങളിൽ UDFിന്റെ ഭരണം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. മലപ്പുറത്തെ
മലപ്പുറത്താണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ UDF ഭരണം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പുറത്തൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി C പുരുഷോത്തമൻ UDF പരാജയപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ UDF ഭരണ നഷ്ടമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കാവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഇളയൂർ LDF ഷാഹിന 40 വോട്ടിന് ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ജില്ലാ കോടതി ഡിവിഷനിൽ UDF തന്നെ വിമുതൻ മെഹബൂബ് UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും വലിയ നഷ്ടങ്ങളാണ് UDF ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ട വിഷയം ശബരിമല വിഷയവും വർഗീയ വിഷയങ്ങളും എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് വലിയ തോതിൽ പ്രചരണം BJP നടത്തിയെങ്കിലും കേരള ജനത BJPയെ തമസ്കരിച്ചു എന്ന് വേണം പറയാൻ. ഒരൊറ്റ സീറ്റിൽ പോലും BJPക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമാനമായ രീതിയിൽ തന്നെ LDF വ്യക്തമായ മേൽക്കൈ നേടിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രേഷ്മ, സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് മുന്നേറ്റം. വിവരങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇൻവെർട്ടർ നിർമ്മാണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഹൈക്കോൺ തങ്ങളുടെ പുതിയ ഉൽപ്പന്നം വിപണിയിലിറക്കി. സൗരോർജ്ജ പവർ പ്ലാന്റുകൾ മാത്രം കാണുന്ന MPPT ചാർജൻ ഉൾപ്പെടെ ലിഥിയം ബാറ്ററിയോടുകൂടിയ സോളിസ് സോളാർ ഇൻവെർട്ടറുകളാണ് വിപണിയിൽ ഇറക്കിയത്. സോളാർ പാനൽ ഇല്ലാതെയും സോളിസ് 1 യൂണിറ്റോളം പവർ ദിവസം തോറും സേവ് ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. വൈദ്യുതി ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ആവശ്യാനുസരണം ലിഥിയം അയൺ ബാറ്ററികളുടെ എണ്ണം കൂട്ടി ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാമെന്നതും മറ്റൊരു സവിശേഷതയാണ്.